ശ്രീ ജോസഫ് ജൂഡ്, KCBCയുടെ ഒരു വാർത്താക്കുറിപ്പ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മുനമ്പം വിഷയത്തിൻ്റെ കാര്യത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ ബില്ലിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ MP-മാർ തയ്യാറാകണമെന്നാണ്. താങ്കൾക്കറിയാം, വഖഫ് പ്രശ്നവും അതുപോലെ തന്നെ മുനമ്പത്തെ ഭൂമി തർക്കവും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന അവകാശവാദമാണ് സർക്കാരിനുള്ളത്. സർക്കാർ പറയുന്നത് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കും എന്ന് സമരസമിതി നേതാക്കളെ കണ്ട് ഉറപ്പ് നൽകിയതുമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് KCBC ഈ നിയമ ഭേദഗതി ബില്ലിന് പിന്തുണയ്ക്കണം എന്നൊരു ആഹ്വാനം നടത്തുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. വാസ്തവത്തിൽ ഇത് ഈ മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വഖഫ് നിയമത്തിലെ, ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ചില ഭേദഗതികൾ, ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണം എന്നത് വാസ്തവത്തിൽ പരോക്ഷമായി കോടതി പോലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വിധിയിലും ആ കോടതി അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊരു കേന്ദ്ര സർക്കാർ 1995 വഖഫ് നിയമം അത് ഭേദഗതി ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു അഭ്യർത്ഥന കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ആ പ്രസ്താവനയിൽ തന്നെ, അല്ലെങ്കിൽ ആ പത്രക്കുറിപ്പിൽ തന്നെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, ആ ഭേദഗതി നിയമ ഭേദഗതിയെ മുഴുവനും അംഗീകരിച്ചുകൊണ്ടല്ല സഭ ആ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നിരാകരിക്കുന്ന അല്ലെങ്കിൽ അന്യായമായ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിന് ജനപ്രതിനിധികൾ പിന്തുണക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് കത്തോലിക്ക സഭ അതിക്ക് വേണ്ടി അഭിയൂന്യ പിതാക്കന്മാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അല്ലല്ല ശ്രീ ജോസഫ് ജൂഡ്, അവിടെ എനിക്കൊരു വ്യക്തത വേണ്ടത്, ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാരും ഇവിടെ BJPയും അവകാശപ്പെടുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ തർക്കങ്ങളുടെയും കാതലായിട്ടുള്ള ഭാഗം അതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വഖഫ് ഭൂമി എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കാര്യം അടക്കമുള്ള കാര്യത്തിൽ വഖഫ് ബോർഡിൻ്റെ, ട്രൈബ്യൂണലിൻ്റെ അവകാശ അധികാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആ ബില്ലിനെ പൂർണ്ണമായും അംഗീകരിക്കണം എന്നല്ലേ MP-മാരോട് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ BJPയെ വിശ്വസിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമാണ് ഇക്കാര്യത്തിൽ ശരി എന്നുമാണല്ലോ നിങ്ങൾ ഈ ആഹ്വാനത്തിലൂടെ നൽകുന്ന സന്ദേശം. അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്? അതല്ലല്ലോ, ആ പ്രസ്താവന വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ഈ ഭേദഗതികളെ മുഴുവനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയല്ല, മറിച്ച് ഈ മുനമ്പത്ത് പ്രയാസം അനുഭവിക്കുന്ന, പ്രക്ഷോഭത്തിലായിരിക്കുന്ന ജനത നേരിടുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന വ്യവസ്ഥകൾ അത് ഭേദഗതി ചെയ്യുമ്പോൾ ആ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സെക്ഷൻ 40 എന്ന് പറയുമ്പോഴേക്കും ഒരു സ്വത്ത്, ആ ഭേദഗതി എന്ന് പറഞ്ഞാൽ ആ നിയമ ഭേദഗതി ബില്ലാണല്ലോ വരാനിരിക്കുന്നത്. പിന്നെ അതല്ല, ഈ ഭേദഗതി എന്ന് പറയുന്നത് ഒരു ഭേദഗതിയല്ലല്ലോ, ധാരാളം ഭേദഗതികളുണ്ട്. ആ ഭേദഗതികൾ ഓരോന്നായിട്ടാണ് വാസ്തവത്തിൽ ഒരുമിച്ചല്ലല്ലോ പാസ്സാക്കുന്നത്. ഓരോ ക്ലോസും എടുത്ത് പരിശോധിച്ചിട്ടാണ് ആ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കാൻ സാധ്യത. അങ്ങനെ വരുമ്പോഴേക്കും ചില ഭേദഗതികൾ, ഉദാഹരണത്തിന് ഈ വഖഫ് സ്വത്തുക്കളുടെ പരിപാലനം, നിയന്ത്രണം, അവ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ, ആ സിസ്റ്റം, അതിൽ വരുന്ന ഭേദഗതികളെ പൂർണ്ണമായിട്ടും കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല. ആ രീതിയിൽ ക്ലോസ് ബൈ ക്ലോസ് തിരിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയുള്ള ക്ലോസുകളെ പിന്തുണയ്ക്കണം എന്നതാണ് സഭയുടെ നിലപാട്. അതായത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമ ഭേദഗതിയിലെ അപകടകരമായ വ്യവസ്ഥ എന്ന് പറയുന്നത് വഖഫ് സ്വത്തുക്കളുടെ വെരിഫിക്കേഷൻ, അപ്രൂവൽ അധികാരം മൊത്തമായി വഖഫ് ബോർഡിൽ നിന്ന് മാറ്റി ജില്ലാ കളക്ടർക്ക് നൽകുക എന്നതാണ് ഈ പുതിയ നിയമ ഭേദഗതിയിൽ ഏറ്റവും അപകടകരമായ വ്യവസ്ഥയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഇതിനെ നമുക്കറിയില്ല. നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ള വാസ്തവത്തിൽ ഭേദഗതികളെ പറ്റി നമുക്കിപ്പോൾ നിശ്ചയമില്ല. കാരണം ആദ്യത്തെ ഭേദഗതി ഡ്രാഫ്റ്റ് വന്നു, അത് JPC-യിലേക്ക് വിട്ടു, JPC ശുപാർശകൾ നൽകിയിരിക്കുന്നു. ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ബില്ല് ഇനി പാർലമെൻറ്റിൽ വയ്ക്കണം. ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായി ഞാൻ ചോദിക്കുന്നത്. അതിന് മുൻപേ എന്തുകൊണ്ടാണ് KCBC ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി? ഇപ്പോൾ ഇന്നലെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ
ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണം എന്ന് KCBCക്ക് വേണ്ടി പ്രസിഡന്റ് കർദിനാൾ ക്ലീമിസ് കാത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടു. മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തവണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ, ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തെ ഭൂമി തർക്കമടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ, BJPയുടെ വാദത്തെ അംഗീകരിക്കുകയല്ലേ KCBC ചെയ്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതായത് ബില്ലിൽ ഭേദഗതി അവതരിപ്പിക്കുമ്പോൾ ആ ഭേദഗതി കൊണ്ട് മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുവെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്ക് അവിടെ ശ്രീ ജോസഫ് ജോർജ്, ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ പറയുന്നു ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ, ഞാൻ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെ കൂടിയാണ് പറയുന്നത്, താങ്കൾക്ക് മനസ്സിലാകുമല്ലോ അതിന്റെ പൊളിറ്റിക്സ്. അതായത് സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ ഭേദഗതിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, ഭരണഘടനാ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഭേദഗതിയാണ് കൊണ്ടുവരുന്നത്. അത് വലിയ രീതിയിലുള്ള വർഗീയവൽക്കരണത്തിന്, ധ്രുവീകരണത്തിന് കാരണമാകും എന്നാണ് അവരുടെ രാഷ്ട്രീയമായ വാദം. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിഷയമായി നിൽക്കുമ്പോഴാണ് കേരളത്തിൽ കത്തോലിക്ക സഭ പറയുന്നത് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന അതേ വാദത്തെ അംഗീകരിക്കുന്ന തരത്തിൽ ഇതിലെ നിയമ ഭേദഗതികളെ അനുകൂലമായി കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ പാർട്ടികളോ ഉന്നയിക്കുന്ന വാദത്തെ ലംഘിച്ചുകൊണ്ട് BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയ വാദത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് സഭ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും അതല്ല, ഒരിക്കലുമല്ല. കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനത്തെ നിലപാടുകളെ കത്തോലിക്ക സഭ പിന്തുണയ്ക്കുകയല്ല, മറിച്ച് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ നിയമ ഭേദഗതിയെ ഓരോ ക്ലോസും പരിശോധിച്ചിട്ട് മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതിൽ വ്യവസ്ഥകളുണ്ടെങ്കിൽ ആ വ്യവസ്ഥകളെ തീർച്ചയായിട്ടും പരിഗണിക്കണം. ഇപ്പോൾ നമ്മുടെ മുൻപിൽ നേരത്തെ സൂചിപ്പിക്കുന്ന കരട് നിയമം പാർലമെൻറ്റിലെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പല ക്ലോസുകളും നമ്മൾ കണ്ടു. പക്ഷെ ആ ക്ലോസുകൾ ഇപ്പോൾ സെക്ഷൻ 40 തന്നെ, സെക്ഷൻ 40 റിപ്പീൽ ചെയ്യുന്നത് കൊണ്ട്, പിൻവലിക്കുന്നത് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിന് മുൻകാല പ്രാബല്യമില്ലെങ്കിൽ അത് നമുക്ക് സഹായകരമായി തീരില്ല. അപ്പം നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമ ഭേദഗതികൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ ഭേദഗതികൾ പിന്തുണയ്ക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അതായത് ഈ നിയമം കൊണ്ടുവരുമ്പോൾ ശ്രീ ജോസഫ് ജോർജ്, ഞാൻ താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, താങ്കൾക്ക് അതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടരുത്. ഞാൻ ചോദിക്കുന്നത്, ഈ പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അവസാനിപ്പിക്കാനും ഈ പുതിയ നിയമം കൊണ്ട് കഴിയും എന്ന വാദം കേന്ദ്ര സർക്കാരിനുണ്ട്, BJPക്കുമുണ്ട്. അത് KCBC അംഗീകരിക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിലെ വാഗ്ദാനം ചെയ്യുമ്പോൾ നിയമത്തിൻ്റെ വശങ്ങൾ, നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നമുക്ക് അറിയാതിരിക്കുന്നിടത്തോളം കാലം നമുക്കതിനെ തൽക്കാലം വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സാധ്യമായ വഴികൾ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിനെ സ്വീകരിക്കുകയും മറിച്ച് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുമില്ല. ആ രീതിയിലുള്ള ഒരു നിലപാടാണ് സഭ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് യുക്തമായ ഭേദഗതികൾ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ തൽക്കാലം നമുക്കതിനെ വിശ്വസിക്കാതിരിക്കാൻ മറ്റൊരു കാരണവും നമുക്ക് കാണുന്നില്ല. ശരി, ഞാൻ വരാം.